ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതവചനത്തിലേക്ക് ഏവരെയും വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച, 28 നവംബർ 2025, ഈ വർഷത്തെ 332ാമത്തെ ദിവസം. ആരാണ് ജ്ഞാനവും വകതിരിവും കാത്തു സൂക്ഷിക്കുന്നത്? ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് ആരാണ് ജ്ഞാനവും വകതിരിവും കാത്ത് സൂക്ഷിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനമുള്ള മാതാപിതാക്കളാണ് എങ്കിൽ അവിടെ തൊട്ട് ആ കുഞ്ഞിൻ്റെ ജ്ഞാനം ആരംഭിക്കുകയാണ്. അവൻ ഏത് പാതയിൽ മുമ്പോട്ട് നീങ്ങണം എന്നുള്ളത് ആ മാതാപിതാക്കളുടെ സംസാരത്തിൽ നിന്നും വ്യവഹാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമാണ് എന്നുള്ളതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കുന്നു, അതിനുശേഷം അവൻ്റെ അപ്പനിൽ നിന്ന് പഠിക്കുന്നു, അതിനുശേഷം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പഠിക്കുന്നു, അതിനുശേഷം അവനെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവിടെ നിന്നും അവൻ്റെ കൂട്ടുകാരിൽ നിന്നും അവൻ ജ്ഞാനം സമ്പാദിക്കുവാൻ ഒരുങ്ങുന്നു. ആ ജ്ഞാനവും വകതിരിവും അവന് ഉണ്ടാകുന്നത് ജ്ഞാനം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് വകതിരിവ് ഉണ്ടാകുക എന്നുള്ളത്. അതിനുശേഷം അവൻ സ്കൂളിലേക്ക് പോകുന്നു, അതിനുശേഷം കോളേജിലേക്ക് പോകുന്നു, അവൻ്റെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, അവൻ സഭയിൽ ഓരോരുത്തരുമായിട്ട് ഇടപെടുന്നു, ദേവാലയത്തിൽ ചെന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നു. അങ്ങനെയൊക്കെ ആണ് നല്ല ഒരു ജ്ഞാനിയായും വകതിരിവുള്ളവനായിട്ടും മാറുന്നത് എന്നുള്ളവരും നമുക്ക് സദൃശവാക്യം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. മകനെ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. അതായത് ഒരു ജ്ഞാനിയായ മകനെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതായ ആ കാര്യങ്ങൾ അവൻ ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നുവെങ്കിൽ അവൻ ജ്ഞാനവും വകതിരിവും കാത്തുകൊണ്ട് അവ അവൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകാതെ അവൻ കാത്തു സൂക്ഷിക്കും. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കുമെന്നാണ് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നാം ഇത് ശരിയായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അതായത് മാതാപിതാക്കൾ അത് കൃത്യമായി മനസ്സിലാക്കി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിൽ അത് പതിപ്പിക്കുന്നുവെങ്കിൽ അവനൊരു യുക്തയായ ഒരു വ്യക്തി, അതായത് അവൻ അല്ലെങ്കിൽ അവൾ നല്ല ഒരു രീതിയിൽ അവർ യൗവനത്തിലെത്തി കഴിയുമ്പോൾ അവർ ജ്ഞാനമുള്ളവരും വകതിരിവുള്ളവരുമായി തീരും. അപ്പോഴാണ് അവരുടെ വ്യക്തിത്വം കൃത്യമായി തെളിഞ്ഞു വരുന്നത്. അതിനു വേണ്ടിയിട്ട് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ള ആ തത്വസിംഹത അവളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് ജ്ഞാനം സമ്പാദിച്ചതിന് ശേഷം വകതിരിവ് കാത്തുകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ ദൈവവിശ്വാസിയായിരിക്കണം. ദൈവവിശ്വാസിയാകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സൺഡേ സ്കൂളിൽ പോയി നമ്മുടെ സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ആ കുർബാന അനുഭവത്തിലൂടെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ സ്വയം സമർപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജ്ഞാനിയായിട്ട് വകതിരിവുള്ളവനായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരിയായിട്ട് സ്വന്തം ഭവനത്തിന് ഉപകാരം വരത്തക്ക രീതിയിൽ സ്വന്തം ഭവനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവന് പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവനൊരു മാതൃകാ പുരുഷൻ അല്ലെങ്കിൽ ഒരു മാതൃകാ സ്ത്രീയായി മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ആ കുടുംബത്തിനും ആ നാടിനും ആ സഭയ്ക്കും അനുഗ്രഹമുണ്ടാകത്തുള്ളൂ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വീടിൻ്റെ വിളക്കാകുന്നത് അവൾക്ക് ജ്ഞാനമുള്ളപ്പോഴും വകതിരിവുള്ളപ്പോഴുമാണ്. അത് അവളുടെ കുടുംബത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം അവളെ വിവാഹം കഴിച്ചയക്കുന്ന ആ ഭവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾ അവിടെയുള്ള മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണുകയും അതിന് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവളെ സ്വന്തം മകളെ പോലെ ആ വീട്ടിലെ മാതാപിതാക്കൾ കാണുകയും ചെയ്യുമ്പോഴാണ് സ്വർഗസുന്ദരമായ
ഒരു ഭവനം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്നത്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ മകനെ ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. അവ നിനക്കും ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും എന്നുള്ള ഈ തിരുവചനം നമ്മുടെ ഉള്ളിൽ പതിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളത് മനസ്സിൽ ഉദിക്കത്തുള്ളൂ. അപ്പോഴാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെക്ക് അവൻ എന്നെ നടത്തുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. അതൊക്കെയും സാധിക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനവും വകതിരിവും ആവശ്യമാണ്. ആ ജ്ഞാനവും വകതിരിവിനും വേണ്ടിയിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ 2 നേരവും പ്രാർത്ഥിക്കുകയും വചനം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മാത്രമേ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊക്കെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെയും സാധ്യമാവുകയുള്ളൂ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.